എൻട്രൻസ്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ ഒന്നും കാണാനൊന്നും പറ്റില്ല. 4:30 കഴിഞ്ഞ് 5:30 കഴിഞ്ഞ് 6 കഴിഞ്ഞ് അകത്തും പുറത്തുമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഈ അറ്റം മുതൽ ആ അറ്റം വരെ 2 സൈഡിൽ മുഴുവൻ വെടിക്കെട്ട് കഴിഞ്ഞിട്ടുള്ള റിമൈനിങ്സ് ആണോ ഈ കാണുന്നത്. ഇപ്പോൾ 3:30 4:30 എന്ന് പറഞ്ഞിട്ട് അവസാനം ഹലോ അമിഗോസ്, അങ്ങനെ നെമ്മാരെ എത്തി. നമ്മൾ വണ്ടി സേഫായ സ്ഥലത്ത് പാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് നടക്കാനുണ്ട്. നിയർലി ഒരു 2 കിലോമീറ്ററോളം നടന്നു പോകണം. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ വണ്ടി നിർത്താം. പക്ഷെ തിരിച്ച് വരുമ്പോൾ ഈ സ്ഥലം എങ്ങനെ ആയിരിക്കില്ല ഗൈസ്. ഇവിടെ മുഴുവൻ ആൾക്കാരുടെ തിക്കും തിരക്കുമായിരിക്കും. നമുക്ക് വണ്ടി എടുത്ത് പോകാനൊന്നും പറ്റില്ല. നമ്മൾ അപ്പോഴേ വണ്ടി വെച്ച സ്ഥലം സേഫാട്ടോ. ഇപ്പോൾ സമയം 2:45. എന്തായാലും അതിരാവിലെ ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കി നടത്താം. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നല്ലൊരു ചൂട് ചായയും പിന്നെ അവിടെ തന്നെ ലൈവായിട്ട് എണ്ണ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് കഴിയും. ഉഴുന്നുവട വാങ്ങിച്ചു കേട്ടോ. നല്ല ക്രിസ്പി ഉഴുന്നുവടയാണ്. കൊള്ളാം, നല്ല ചൂടുണ്ട്, നല്ല ക്രിസ്പിനെസ് ഉണ്ട്. കിടിലൻ ചായ. ഈ വ്ളോഗിൽ നമ്മുടെ കൂടെ ഉള്ളത് ജയരാജേട്ടനും കണ്ണേട്ടനും ആട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇവിടെ വന്നത്. ചായയും കടിയെല്ലാം കഴിച്ചിട്ട് നമ്മളിനിപ്പോൾ നേരെ പോകുന്നത് വെടിക്കെട്ട് നടക്കുന്ന സ്പോട്ടിലോട്ടാട്ടോ. ഇനി ഒരുപാട് നടക്കാനുണ്ട്, നടക്കാം. ഇവിടെ മൊത്തം ആൾക്കാരുള്ള കാരണം നമുക്കങ്ങനെ ഡിസ്റ്റൻസ് അറിയില്ല. അവരുടെ ഒപ്പത്തിനൊപ്പം അങ്ങനെ നടന്നു പോയാൽ മതി. കണ്ടില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ഫാമിലി കുട്ടികളായിട്ടൊക്കെ വന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല ഗൈസ്, ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി വണ്ടി കയറ്റാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് കയറ്റിയാൽ തന്നെ തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാരാട്ടോ അവിടെ വെടിക്കെട്ട് കാണാൻ വേണ്ടി മെയിനായി വരുന്നത്. റോഡിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ 2 സൈഡിൽ മുഴുവൻ ഫുഡ് ഐറ്റംസിൻ്റെ സ്റ്റോളാണ്. ബിരിയാണി, ഓംപ്ലേറ്റ്, ബ്രെഡ് ഓംപ്ലേറ്റ്, അങ്ങനെ ഇങ്ങനെ വേണ്ടിയിട്ട് ഫുള്ള് ഫുഡ് ഐറ്റംസിൻ്റെ സ്റ്റോൾസ് തന്നെയാണ്. ഒരു സൈഡ് ജനങ്ങൾക്ക് വെടിക്കെട്ട് കാണാനുള്ള തിരക്ക്, ഇനിയൊരു സൈഡ് കച്ചവടക്കാർക്ക് കച്ചവടം നടത്താനുള്ള തിരക്ക്. നടന്ന് നമ്മളങ്ങനെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. അതോ കാണുന്നു ആനപ്പന്തൽ. ഇനി എവിടെ നിന്നാലാണ് ഒന്ന് ഫ്രീ ആയി സേഫായി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നൊരു സ്പോട്ട് കിട്ടുക നോക്കണം. ഇനി അതാണ് ടാസ്ക്. സ്റ്റോളുകളൊക്കെ ബിരിയാണി ഇങ്ങനെ പാഴ്സലാക്കി അടുക്കടിക്ക് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ ഒന്നും കാണാനൊന്നും പറ്റില്ല. മുഴുവൻ തിക്കും തിരക്കൊക്കെയാണ്. അപ്പോൾ വേറൊരു സ്പോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. പാടമരമ്പത്തിൽ നിന്ന് നല്ല ക്ലിയർ വ്യൂ ആയിട്ട് വളരെ സേഫായിരുന്നു കാണാൻ പറ്റുന്ന ക്ലീൻ സ്പോട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, സംഭവം കൊള്ളാം. ഇവിടെ മൊത്തം ആൾക്കാരാട്ടോ. പക്ഷേ വെളിച്ചമില്ലാത്ത കാരണം കാണാത്താണ്. കണ്ടല്ലേ, ഇനി ഇവിടെ എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്നാണ് ഇപ്പം എനിക്ക് പറയാത്തത്. ഇപ്പം തന്നെ സമയം 3:30 പറഞ്ഞിട്ട് 3:45. ഇത്ര നേരം പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു ഗൈസ്. പക്ഷെ കൂടുതലുണ്ട്, കൂടുതൽ കഴിഞ്ഞു. ഗൈസ് ഇപ്പോൾ കഴിഞ്ഞത് വെല്ലങ്കി ദേശത്തിൻ്റെ വെടിക്കെട്ടാട്ടോ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന നെമ്മാര ദേശമാണ്. സംഭവം 3:30 4:30 എന്ന് പറഞ്ഞിട്ട്
അവസാനം 4:30 കഴിഞ്ഞ് 5:30 കഴിഞ്ഞ് സംഭവം 6 മണിയായി ഗൈസ്. ഇത്ര നേരമായിട്ടും നെമ്മാരെ പൊട്ടിച്ചില്ല കേട്ടോ. വെല്ലങ്കയാണ് ഇപ്പോൾ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3/4 മണിക്കൂറായി. ഇനി അപ്പോഴേക്കും വെളിച്ചമൊക്കെ വരുന്നു തോന്നുന്നു. എല്ലാവരും പോസ്റ്റ് അടിച്ച് കാണുന്നില്ല. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. എല്ലാവരും ഉറക്കം വന്ന് പ്രാന്തായിരിക്കുകയാണ്. 3:30 പറഞ്ഞാൽ 4:30 കഴിഞ്ഞ് 5:30 കഴിഞ്ഞ് 6 കഴിഞ്ഞ് ഇപ്പോൾ 7 മണിയായി. ഗൈസ് അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നെമ്മാറ ദേശം വെടിക്കെട്ട് നടത്തിയിട്ടുണ്ട്. വെടിക്കെട്ട് കഴിഞ്ഞിട്ടുള്ള റിമൈനിങ്സ് ആണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. കണ്ടില്ല, ഇവിടേക്കാണ് കുറച്ചപ്പോഴേ ഗംഭീര സ്ഫോടനമൊക്കെ നടന്നത്. ഗൈസ് തിരിച്ച് വണ്ടീൻ്റെ എടുത്തിട്ട് പോട്ടെ കേട്ടോ. എത്രയും പെട്ടെന്ന് പോയില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വണ്ടി എടുത്ത് പിന്നെ പോകാൻ പറ്റില്ല. ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പോൾ സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. മഴ വന്ന കാരണം ഇതായതാണല്ലേ. അപ്പോൾ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാലക്കടയ്ക്ക് പൂന്തിപ്പോണ്ട്. ചായയും ഉഴുന്നുവടിയും കഴിച്ച് വ്ളോഗ് തുടങ്ങി. ചായയും ബജ്ജിയും കഴിച്ച് വ്ളോഗ് എൻഡ് ചെയ്യാണ് ഗൈസ്. ഞങ്ങളവിടെ നേരെ കൊല്ലംകോട് വഴി കയറി കേട്ടോ. എനിക്ക് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി സൈഡാക്കിയതാണ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയിൽ വരുന്നവരേക്കും ദിസ് ഈസ് യുവർ വ്ളോഗ് സ്റ്റാർ അജ്ജു സൈനിങ് ഓഫ്.